ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഫോണിൽ വരുന്ന അനാവശ്യ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഒറ്റ സെറ്റിങ്സിലൂടെ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അത് നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിതാണ്, അതായത് ഇത് കണ്ടോ, ഇത് നോട്ടിഫിക്കേഷൻസ് വരുന്നത് ഇത് മീഷോ, ഇത് ആമസോൺ ആണ്. അതുപോലെ മീഷോ, ഫ്ലിപ്കാർട്ട് ഇങ്ങനെ വരും. അതുപോലെ ഗൂഗിൾ ക്രോം, OLX, നമ്മൾ മിക്ക ആപ്ലിക്കേഷനും നമ്മൾ നോട്ടിഫിക്കേഷൻ തരുന്ന ആപ്ലിക്കേഷനാണ്. അതായത് എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ഗൂഗിൾ ക്രോമിൽ നിന്നാണ് കൂടുതലും വരുന്നത്. പിന്നെ നമ്മുടെ മിന്ത്ര, ആജിയോ, അങ്ങനെ ഷോപ്പിംഗ് സൈറ്റുകൾ ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻ തരുന്നുണ്ട്. അപ്പം നമ്മൾ ഇഷ്ടമുള്ളത് നമുക്ക് കാറ്റഗറി വൈസ് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം, ഓൺ ചെയ്തിടാം. അപ്പം ഞാനത് പറഞ്ഞുതരാം. അപ്പം നമുക്ക് വേണ്ടി നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇത് ടെക്സ്റ്റ് മെസ്സേജിൻ്റെ ഇത് വേണ്ടിയാണ്. കാരണം OTPയും കാര്യങ്ങളും വരുന്നതാണ് ടെക്സ്റ്റ് മെസ്സേജ്. വാട്സപ്പ് വേണ്ടിയാണ്, ഇൻസ്റ്റാഗ്രാം വേണ്ടിയാണ്. വാട്സപ്പിലെ ഗ്രൂപ്പുകളും കോളുകളും മെസ്സേജുകളും ഒക്കെ ഉള്ളതാണ്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റുകളും കമൻറ്റുകളും ടാഗുകളും ഒക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഞാനിപ്പം ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം ഷോപ്പിംഗ് സൈറ്റായ മീഷോയുടെ നമ്മൾ എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് ഇതിനുള്ള പെർമിഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളത് പെർമിഷൻ കൊടുത്തു, എല്ലാം ഓൺ ചെയ്തിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ മാത്രം ഓഫ് ചെയ്തതിനായിട്ട് ഇത്തരത്തിൽ ഇവിടുന്ന് ഏത് ആപ്ലിക്കേഷനെയാണ് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യേണ്ടത് അതിൽ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇത്തരത്തിൽ ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഐ ബട്ടൺ, ഈ ഒരു ബട്ടൺ സെലക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൽ സാംസങ് ഫോൺ ആയതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഐ ബട്ടൺ വന്നത്. ഇത് ചിലപ്പോൾ താഴെയായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്, ചിലപ്പോൾ ഇൻഫർമേഷൻ എന്നോ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഒക്കെ കാണും. നമ്മൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. ഈ പേജാണ് നമുക്ക് കിട്ടേണ്ടത്. കണ്ടോ, ഈ ഒരു പേജാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഓൺ ആണ്, ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്താൽ മൊത്തത്തിൽ നോട്ടിഫിക്കേഷൻ ഓഫ് ആകും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് മൊത്തം നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ചെയ്യാം. ഇനി ഇതല്ല, നിങ്ങൾക്ക് കാറ്റഗറി വൈസ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. കണ്ടോ, ഇവിടെ സൗണ്ട് മാത്രമായിട്ട് ഇതിൻ്റെ ഓഫ് ചെയ്യണമെങ്കിൽ സൗണ്ട് മാത്രമായിട്ട് ചെയ്യാം. ഇനി അതല്ല, പോപ്പപ്പ് മാറ്റിയിടാം. പോപ്പപ്പ് ഇത്തരത്തിൽ വരുന്നത് മാറ്റിയിടാം. ഇനിയും ആപ്പ് ഐക്കൺ ബാഡ്ജ് എന്ന് പറയും, അതായത് ആപ്ലിക്കേഷൻ്റെ അടുത്ത് നമ്പരൊക്കെ വരുന്നത് വേണമെങ്കിൽ മാറ്റിയിടാം. ലോക്ക് സ്ക്രീൻ വരുന്നത് മാറ്റിയിടാം. ഓക്കെ, അപ്പം ഈ സൗണ്ട് വേണമെങ്കിൽ മാറ്റിയിടാം. ഇത് ഓഫ് ചെയ്തിടാം, ഓൺ ചെയ്തിടാം. പിന്നെ വരുന്നത് കാറ്റഗറി വൈസ്. ഈ കാറ്റഗറി വൈസ് സെലക്ട് ചെയ്താൽ ഇതിനകത്തിൽ കണ്ടോ, പ്രൊമോഷണൽ ഓഫർ, ഓർഡർ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ മാത്രം മതിയെങ്കിൽ അത്തരത്തിൽ അത് മാത്രമായിട്ട് നമുക്കിവിടെ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും സാധിക്കും. ഓക്കെ, ഞാൻ ഇനി മീഷോയുടെ മൊത്തത്തിൽ ഓഫ് ചെയ്ത് ഇടുകയാണ്. ഇനി വരുന്നത് നമുക്ക് ഒരു ആപ്ലിക്കേഷനോട് കാണിച്ചു തരാം. ഫ്ലിപ്കാർട്ട് എടുത്താൽ ഇത്തരത്തിൽ നമുക്ക് കണ്ടോ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അലോ ചെയ്തിട്ട് നമുക്ക് ഓഫ് ചെയ്തിടാം, ഓൺ ചെയ്തിടാം. ഇത്തരത്തിൽ ട്യൂൺ മാത്രമായിട്ട് മാറ്റാം. എല്ലാ ഓപ്ഷനും ഇവിടെ തന്നെ ഉണ്ട്. കാറ്റഗറി വൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടോ, റിമൈൻഡർ ടു സ്റ്റോക്ക്, റിമൈൻഡർ ടു ഐറ്റം കാർട്ട്, നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തതിൻ്റെ വരും. പിന്നെ സ്റ്റോക്ക് ഔട്ടായിട്ട് പിന്നെ സ്റ്റോക്ക് വരുമ്പോൾ വരും. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓഫ് ചെയ്തിടാം, ഓൺ ചെയ്തിടാം. എല്ലാം ഞാൻ വീഡിയോയ്ക്കകത്തിൽ പറയുന്നില്ല, നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടാം, ഓഫ് ചെയ്തിടാം. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ആപ്ലിക്കേഷനും നമുക്ക് ഓഫ് ചെയ്തിടാം. ഗൂഗിൾ ക്രോമിൻ്റെ അടക്കം നമുക്ക് ഇത്തരത്തിൽ ചെയ്യാം. ഗൂഗിൾ ക്രോം ആയാലും നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതാണ്. കണ്ടോ, ഇത്തരത്തിൽ ഐ ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഞാൻ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ഓൺ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് കാറ്റഗറി വൈസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കണ്ടോ, ഓരോ ഇതിൻ്റെ നമുക്ക് കണ്ടോ, ഡൗൺലോഡിൻ്റെ ഉണ്ട്, പിന്നെ ബ്രൗസറിൻ്റെ, ഇതുപോലെ ഓരോ സൈറ്റിൻ്റെ നമ്മൾ പെർമിഷൻ കൊടുത്തന്നെ ഉണ്ട്. കണ്ടോ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ്റെ വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടാനും ഓഫ് ചെയ്തിടാനും സാധിക്കും. ഞാൻ എക്സാമ്പിൾ ഇപ്പം ഫേസ്ബുക്കിൻ്റെ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഇത്തരത്തിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ എടുത്താൽ ഇവിടെ കാണാൻ സാധിക്കും. കണ്ടോ, ഇവിടെ നമുക്ക് ഇത് ഓഫ് ചെയ്തിടാം, ഓൺ ചെയ്തിടാം. ഇവിടെ സൗണ്ട് മാത്രമായിട്ട് മാറ്റാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇത് കാറ്റഗറി വെച്ച് സെലക്ട് ചെയ്യാം. ഇവിടെ കാറ്റഗറി ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, മൊത്തത്തിലുള്ളതുണ്ട്. അതുകൂടാതെ അക്കൗണ്ടിൻ്റെ വരുന്നതുണ്ട്, നമ്മുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് മാത്രം വരുന്നതുണ്ട്. കമൻറ്റിൻ്റെ മാത്രമായിട്ട് വരുന്നത് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടോ, ഇവിടെ കമൻറ്റിൻ്റെ മാത്രമായിട്ട് നമുക്ക് ഓഫ് ചെയ്തിടാം, ഓൺ ചെയ്തിടാം. പിന്നെ ടാഗ്, റിമൈൻഡർ, ഇങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ നമുക്ക് ബർത്ത്ഡേ റിമൈൻഡർ ഇതെല്ലാം ഉണ്ട്. ഈ ഒരു നോട്ടിഫിക്കേഷൻ മാത്രമായിട്ട് നമുക്ക്
ഇതിനകത്തിൽ ഓഫ് ചെയ്തിടുക, ഓൺ ചെയ്തിടുക. അപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റിൻ്റെ കമൻറ്റ് മാത്രം മതിയെങ്കിൽ ഇത് മാത്രം ഓൺ ചെയ്തിടുക, അല്ലെങ്കിൽ ടാഗിൻ്റെ മാത്രം മതിയെങ്കിൽ അങ്ങനെ, അക്കൗണ്ട് ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട് മാത്രം മതിയെങ്കിൽ അങ്ങനെ, ഫ്രണ്ട് റിക്വസ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിടുക. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ കാറ്റഗറി വൈസ് നമുക്ക് ഓരോ ആപ്ലിക്കേഷനും കാറ്റഗറി വൈസ് സെലക്ട് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടാണ്. കാരണം ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തേക്കുന്നതനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ആപ്ലിക്കേഷനിൽ നിന്നാണ് നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നത്, ആ ആപ്ലിക്കേഷൻ ഇത്തരത്തിൽ സെലക്ട് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ മൊത്തത്തിൽ ഓഫ് ചെയ്തിടാം. അതിനകത്തിൽ കാറ്റഗറി വൈസ് സെലക്ട് ചെയ്താൽ ആ കാറ്റഗറി വൈസ് അവർ കൊടുത്തിട്ടുള്ളതനുസരിച്ച് നമുക്ക് ഓഫ് ചെയ്യാനും ഓൺ ചെയ്തിടാനും സാധിക്കുന്നതാണ്. അപ്പം വളരെ എളുപ്പത്തിൽ ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ ഇത്തരത്തിൽ ഡിസേബിൾ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കണ്ട. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.